പ്രചരണം ഇന്ന് നല്ല ഉഷാറായിട്ട് തുടങ്ങി. മെനഞ്ഞാന്ന് തുടങ്ങിയതാണ്. ഇവിടെ ഇന്ന് അപ്പോൾ വീട് തോറുമുള്ള പ്രചാരണം ഇന്നാണ് തുടക്കം കുറിച്ചത്. ഇനിയിപ്പോൾ ഒരു കുറച്ച് നാളത്തേക്കും കൂടെ വേണ്ടി വരും തോന്നുന്നു. വീടുകളെല്ലാം കവർ ചെയ്യണമെന്നാണ് പ്ലാൻ. IPS എന്ന് പറയുന്നത് പേരിൻ്റെ കൂടെ ഉള്ള ഒരു ഡിഗ്രി പോലെയാണ്. ഡോക്ടർ, അഡ്വക്കേറ്റ്, എഞ്ചിനീയറിനൊക്കെ വെക്കുന്ന പോലെ. അത് മരണം വരെ ഉണ്ടാവും. പക്ഷേ അത് പറയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് അത് പറയുന്നത്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ്, വളരെ വാമായിട്ട് ആണ് റെസ്പോണ്ട് ചെയ്യുന്നത്. വളരെ വളരെ നല്ല സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. വളരെ നല്ല അടിസ്ഥാന വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ BJPയിലേക്ക് ഒരു മറ്റ് പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു ഒഴുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും പൊതുവേ ജനത്തിന് മനസ്സിലായി ഇനിയിപ്പോൾ വികസനവും സദ്ഭരണവും വരണം എന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി തന്നെ വരണം എന്നുള്ളത്. 45-42 വർഷമായിട്ട് ഇവിടെ നഗരസഭ ഭരിക്കുന്നത് LDFകാർ തന്നെയാണ്. കോൺഗ്രസിന് വലിയ ഇൻറോഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആദ്യത്തെ വർഷമൊക്കെ ഈ ഒരു വർഷമൊക്കെ ഇങ്ങനെ ഒരു ഓരോരുത്തരെയൊക്കെ റിസൈൻ ചെയ്യിപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ അവർ ശ്രമിക്കട്ടെ, അത് നമുക്ക് നല്ലതാണ്, BJPക്ക് നല്ലതാണ്. കോൺഗ്രസ്സുകാർ കുറച്ചുകൂടെ ആഞ്ഞ് ശ്രമിക്കുന്നത്. നല്ല പട്ടികയാണ്, നല്ല ആൾക്കാരെ തന്നെ. CPMന് അങ്ങനെ ഒരു കഴിവുണ്ട്, നല്ല ആളുകളെ പിക്ക് ചെയ്ത് നിർത്താനുള്ളൊരു കഴിവുണ്ട്. നല്ല സ്ഥാനാർത്ഥികളാണ്, അവരും മത്സരിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഒരു വിവരമില്ലായ്മ കൊണ്ട് ഞാൻ വിചാരിച്ച ഒരു DGP ആയിട്ട് റിട്ടയർ ചെയ്ത വ്യക്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉപാധ്യക്ഷ സ്ഥാനം ഇപ്പോൾ വാർഡ് വേണോ എന്നൊക്കെയുള്ളൊരു ചിന്ത അലട്ടിയിരുന്നു. പിന്നീടാണ് ആ ഒരു വികസനം എന്നുള്ള ഒരു പ്രക്രിയ മനസ്സിലായത്. തുടങ്ങേണ്ടത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെയാണ്, പഞ്ചായത്തിൽ നിന്നും വാർഡുകളിൽ നിന്നും തന്നെയാണ് BJP പിടിച്ചടക്കേണ്ടത്. അപ്പോൾ ഇത് ചരിത്രത്തിലാദ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ലോകത്ത്, നമ്മുടെ ഭാരതത്തിലെ ഒരു റിട്ടയർഡ് IPSഉം IASഉം കൗൺസിലറായിട്ടോ പഞ്ചായത്തിലോ ഒന്നും മത്സരിച്ചിട്ടില്ല. അപ്പോൾ ആദ്യത്തെയാണ് ഞാൻ. അതിങ്ങനെ ഒരു നിയോഗം പോലെ എന്നെ പിന്തുടരുകയാണ്. ആദ്യത്തെ വനിതാ IPS ഓഫീസർ, ആദ്യത്തെ വനിതാ DGP, ഇപ്പോൾ ആദ്യത്തെ ഇനിയിപ്പം റിട്ടയർഡ് DGP കൗൺസിലർ എന്ന് കൂടെയുള്ള ഒരു പദവി വരും. കാക്കിയിൽ ഞാൻ ജനങ്ങളുടെ ഇടയിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അപ്പം മാറ്റം എന്ന് പറയുന്നത് സേവനത്തിന് വലിയ കാര്യമായിട്ടുള്ള മാറ്റമില്ലെങ്കിലും കുപ്പായം മാറിയിട്ടുള്ളത് കൊണ്ട് കുറച്ചും കൂടെ ജനങ്ങളോട് അടുത്ത് നിൽക്കാൻ പറ്റുന്നു. ഒരു കാക്കി ഇടുമ്പോഴുള്ള ഒരു ജനങ്ങൾക്കുള്ളൊരു പേടിയും ഒരു ബഹുമാനവും ചെറുതായിട്ടെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് തീരെ ഇല്ല എന്നാണ് ഞാൻ കാണുന്നത്. അതിനേക്കാളും അതൊക്കെ റിപ്ലേസ് ചെയ്ത് ഇപ്പോൾ പകരം സ്നേഹവും വളരെയധികം വീട്ടിലെ ഒരു അംഗത്തിനെ പോലെയാണ് എല്ലാവരും കരുതുന്നത്. പിന്നെ ഞാൻ എഴുത്തുകാരിയാണ്. യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞ 4 വർഷമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചേർന്ന ആളാണ്. അപ്പോൾ അവരെ കുറച്ചുകൂടെ നല്ല രീതിയിൽ സേവനം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം എന്നുള്ള രീതിയിൽ ജനവും മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ല സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒഴുകി പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ റിലാക്സ് ചെയ്ത് ഒഴുകുന്നേ ഉള്ളൂ. വരുന്ന പോലെ വരട്ടെ. സുരേന്ദ്രൻ അദ്ദേഹമാണ് എന്നെ BJPയിലോട്ട് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ BJP അംഗത്വം സ്വീകരിച്ചത്. അപ്പോൾ ആ സമയത്തും വളരെ നല്ലതായിരുന്നു BJP, ഒരുപാട് ഉയർച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു പുതിയ ഒരു മാനം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ടെക്നോളജി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് പ്ലാനിങ് ഉണ്ട്. രാജീവ് ജിക്ക് ഒരുപാട് പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറേ നാളുകളായിട്ട് തുടങ്ങിയതാണ്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്ലാനിങ് വർക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, എങ്ങനെയാണ് ഇതിൻ്റെ ഭാവി പരിപാടികൾ, ഇതെല്ലാം മനസ്സിൽ കണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് വളരെ നല്ലൊരു പ്ലാനിങ് ഉള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരെ നല്ലതാണ്. മേയർ സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, ഇപ്പോൾ കൗൺസിലറായിട്ട് നിന്ന് ജയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമ ലക്ഷ്യം. ഒന്നാമത്തെ കാര്യം എല്ലാവരും ജയിച്ചു വരണം. പിന്നെ ജയിച്ചതിൻ്റെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് എന്നുള്ള ഒരു തീരുമാനം പാർട്ടി നേതൃത്വം എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഞാൻ ആഗ്രഹിച്ചതല്ല, ഇതുപോലെയുള്ള ബ്ലൈൻഡ് അംബിഷനുള്ള വ്യക്തിയല്ല. അപ്പോൾ DGP ലോ ആൻഡ് ഓർഡർ ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അംബിഷൻ വളരെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഞാൻ ഏത് വിധേനയും ആയേനെ. ആരുടെയും കാലു നക്കി എനിക്ക് ആവായിരുന്നു വേണമെങ്കിൽ. ഞാനത് ചെയ്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നടക്കുന്നതേ നടക്കൂ. അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് നിർത്തി ഞാനത് വരുന്ന പോലെ വരട്ടെ. ഇപ്പോൾ തൽക്കാലം എനിക്ക് തന്നിരിക്കുന്ന നിയോഗം ഈ കൗൺസിലർ സ്ഥാനം ജയിച്ച് BJPയെ അധികാരത്തിൽ കൊണ്ടുവരിക.